ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ അഥവാ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ 4 ചാപ്റ്ററും വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ടേം 2 എക്സാമിനേഷന് ഈ പറയുന്ന 5ാമത്തെ ചാപ്റ്റർ വരെ അല്ലെങ്കിൽ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയോളമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഡിസംബറിന് മുമ്പ് ഈ പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടോപ്പിക്കുകളുടെയൊക്കെ റിവിഷനും പറ്റുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ക്ലാസ്സുകൾ അടിപൊളിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. അതിന് മടിയും കാണിക്കണം, ഓരോ ലൈക്കും കൂടെ അങ്ങ് കൊടുത്തേക്ക്. അപ്പോൾ തുടങ്ങാലോടാ. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി, അതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതിലൂടെ നമുക്ക് ഹെൽത്ത്, ആരോഗ്യം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിന് തുടക്കത്തിൽ നമ്മൾ ഇന്നത്തെ തലമുറ എന്നല്ല, പണ്ടത്തെ തലമുറ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പലരും നമ്മുടെ തെറ്റായിട്ടുള്ള ചില വഴികളിലേക്ക് പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ മയക്കുമരുന്നുകളുടെ ഉപയോഗം. അപ്പോൾ ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത്രേ പറയാനുള്ളൂ, ജീവിതം കോഞ്ഞാട്ടയാക്കും എന്നതല്ലാതെ ഇതിനും സിമ്പിളായിട്ട് പറയാൻ വേറൊരു വാക്കിൻ്റെ എനിക്ക് കിട്ടുന്നില്ല. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ ഉറപ്പായിട്ടും ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ പറയുക, നിനക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജീവിതത്തിൽ എന്തെങ്കിലും നന്നാവണമെന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടി ഇപ്പം തന്നെ വച്ച് എന്ത് ചെയ്യുക, അങ്ങ് അവസാനിപ്പിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഈ പറയുന്ന ഇത് നിങ്ങളെ പഠിപ്പിച്ചവനും അറിയാം. പിന്നെ നിങ്ങൾ നശിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് അവന്മാർ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല നിങ്ങൾ കുറേ ഈ പറയുന്ന വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ പൈസ കൊണ്ട് അവന്മാർക്ക് കൊടുക്കും, സാമ്പത്തിക ലാഭം അവർക്ക് കിട്ടും, നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഒരു മണ്ണാങ്കട്ട എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇത് ഉപയോഗിക്കുന്നുണ്ട്, കിട്ടാൻ പോകുന്നു. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാണ്, നമ്മൾ മാസമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പ്രായത്തിൻ്റെതായ വെറും തെറ്റിദ്ധാരണയാണ്. ഓക്കെ, ഇതുകൊണ്ട് ഒരു മാസമില്ല, ഒരു കൂടുമില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉപയോഗിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരും, സംശയമൊന്നും വേണ്ട. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉറപ്പായിട്ടും വരും, ഡൗട്ടേ വേണ്ട അല്ലേ. അങ്ങനെ എന്തെങ്കിലും വന്ന് കിടന്നാൽ ഈ കൊണ്ടു തന്നവനും കൂടെ തന്നവനും ഒന്നും കാണത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കും. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും പാവം അവരും കൂടെ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും കൂടെ കാണും. അത്രേ ഉണ്ടാവുള്ളൂ, കൂട്ടുകാർ പോലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തിക്കും, അത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഉപദേശമൊന്നും ഈ ടെസ്റ്റ് ഇതിപ്പോൾ വായിച്ചത് കൊണ്ട് നിങ്ങൾ മാറാൻ പോകുന്നു അല്ലെങ്കിൽ ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കുട്ടികളാണ്. 10ാം ക്ലാസ് കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികൾ എന്നൊരു തോന്നലൊന്നും ഇല്ല. ഞാൻ അത്യാവശ്യം പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് എനിക്കും അറിയാം, നമുക്ക് പരിചയത്തിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അറിയാം ഇതൊക്കെ ഇന്ന് നിങ്ങളെ സ്കൂളുകളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറും ഒക്കെ പോകുന്നുണ്ടാവുമല്ലോ. ആ ടൂർ പോക്കിനിടയിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ടീച്ചേഴ്സും പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ അല്ലേ, പാരൻസിനും പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. അതിനപ്പുറമായി കഴിഞ്ഞാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, നേരെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിർത്തുക, അല്ലാതെ ആർക്കും വേണ്ടി നിർത്താൻ നിൽക്കേണ്ട. വേണമെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും. ഉപദേശിക്കാനൊന്നുമില്ല, ജസ്റ്റ് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാവുമല്ലോ. എടാ നോക്കടാ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ, ഒരുത്തിനെ കണ്ടിട്ട് നല്ല ആരോഗ്യം ഉള്ള ഒരുത്തനാണ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, കാണുമ്പോൾ നല്ല മസിലൊക്കെ പെരുപ്പിച്ചിരിക്കുന്നതിനെ കണ്ടാൽ നമ്മൾ പൊതുവിൽ പറയുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ അല്ല എന്നറിയാം അല്ലേ. ജിമ്മിലൊക്കെ പോയിട്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നുണ്ട്. സോ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ഫിസിക്കലും മെൻ്റലും സോഷ്യലുമായിട്ടുള്ള വെൽബീയിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആരോഗ്യം എന്ന് വിളിക്കുന്നത്. അതായത് അസുഖങ്ങളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം ആകണമെങ്കിൽ നമ്മുടെ മാനസികവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള ഒരു നല്ല ഇടപെടലും അതുപോലെ നല്ല പ്രവർത്തനങ്ങളും ഒക്കെ വേണം അല്ലേ. അതായത് അസുഖങ്ങളില്ലാത്ത അവസ്ഥയല്ല, മാനസികം എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട്, സാറേ ഈ പറയുന്ന ടേം 2 എക്സാമിനേഷൻ ഡിസംബർ ആദ്യം വരൂ, ഡിസംബർ ആദ്യം വന്ന പോർഷൻ തീരൂ, സ്കൂളിലൊന്നും ആയില്ല. സ്കൂളിലായില്ലെങ്കിൽ സർക്കാരിനെ അറിയാം, അവർ പോർഷൻ കുറയ്ക്കും. നിങ്ങളിങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനായി കിടന്ന് പേടിക്കുന്നത്? എന്തായാലും പരീക്ഷ വരുമ്പോൾ നമ്മൾ എഴുതും. നമ്മൾ ഈ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ട്യൂഷനൊക്കെ പോകുന്നില്ല, ഇതുപോലെ നമ്മൾ ചാനലുകളില്ലേ, ആവശ്യം പോലെ ഇല്ലേ, പഠിപ്പിക്കും, സമാധാനപ്പെട്. നവംബർ ആദ്യം ആവുമ്പോഴേ എനിക്ക് മെസ്സേജ് വരികയാണ്, സാറേ ഈ പറയുന്ന ഡിസംബറിന് മുമ്പ് പോർഷൻസ് ഫുള്ളങ്ങ് തീർത്ത് തന്നാലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. എന്തിന് ഈ പറയുന്ന വെപ്രാളം എന്തിനാണ്? നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ തലയിൽ കയറ്റി വെക്കുക. അപ്പോഴാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവും.
ഈ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആകുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്ത് പറ്റും? നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്തും ഡൗൺ ആവും. അല്ല, ടെൻഷൻ കൂടി ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അത് കാരണം പിന്നെ അസുഖങ്ങൾ വരും. 10ാം ക്ലാസ് ആണ്, ലോകാവസാനമൊന്നും അല്ലല്ലോ അല്ലേ? 10ാം ക്ലാസ് ആണ്, പഠിക്കണം, A+ വാങ്ങണം, മാർക്ക് വാങ്ങണം, ഒക്കെ നല്ലത് തന്നെ എന്നും പറഞ്ഞ് ഈ പറയുന്ന ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരാനല്ല പോകുന്നത്, തുടങ്ങാനാ പോകുന്നത്. സോ ആ ഒരു രീതിക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. ഓക്കെ, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കല്ലേ നിങ്ങൾ പ്രഷറും ടെൻഷനും ഒക്കെ കുത്തി കയറ്റിയിട്ട് വ്യൂസും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ എനിക്കില്ല. എനിക്ക് നല്ല ആർക്കുമില്ല. അതിനാരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ചെന്ന് ചാടരുത്. ഈ 10ാം ക്ലാസ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും കണക്കാക്കണ്ട. അതെ, ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി പഠിക്കുക. ഡെയിലി അങ്ങോട്ട് നമ്മളൊരു 2-3 മണിക്കൂർ കിട്ടുന്നത് മാന്യം മര്യാദയ്ക്ക് അങ്ങ് പഠിച്ചു പോയാൽ 100% നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ A+ ഒക്കെ സുഖമായിട്ട് കിട്ടും. ഇനി ഒരു A+ കുറഞ്ഞ് 9 A+ ആയി പോയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയൊന്നുമില്ല. ഓക്കെ, സോ അതാദ്യം മനസ്സിൽ കരുതുക. സോ മെൻ്റൽ സ്ട്രെസ്സുകളൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആവും. പിന്നെ ചുറ്റുപാടുകൾ, അല്ലെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ നോക്കിയും കണ്ടൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഉപദേശിക്കാനൊന്നും നിൽക്കുന്നതിന് നേരെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ നോക്കൂ, ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കലും മെൻ്റലും സോഷ്യലുമായിട്ടുള്ള വെൽബീയിങ്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആരോഗ്യം എന്ന് വെച്ചാൽ എന്താണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സമ്പൂർണ്ണ സുസ്ഥിതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആരോഗ്യം എന്ന് വിളിക്കുന്നത്. രോഗമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വൈകല്യമില്ലാത്ത അവസ്ഥയോ മാത്രമല്ല നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ കടന്നു വരും. അങ്ങനെ ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ട് പല പണികളും വയ്ക്കും. ഉദാഹരണത്തിന് പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താ? രോഗാണുക്കൾ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വരുത്തി വയ്ക്കുന്ന മാൽ ന്യൂട്രീഷൻ, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാതെ ഉണ്ടാക്കി വയ്ക്കുന്ന അവസ്ഥ, അതുപോലെ നിങ്ങൾ ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജനറ്റിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഇംബാലൻസ്, അതുപോലെ തന്നെ അപകടങ്ങളിലൂടെയൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ പ്രക്രിയ ഹോമിയോസ്റ്റാറ്റ്സിന് എന്ത് പറ്റും? മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ രോഗാവസ്ഥ അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എനി ചേഞ്ച് ഇൻ ദ ഹോമിയോസ്റ്റാറ്റ്സ് ഓഫ് ദ ബോഡി ഡ്യൂ ടു ദീസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഡിസീസ്. ഇപ്പം മോളി പറഞ്ഞ ബാക്കി ഫാക്ടേഴ്സ് ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടെലഗ്രാം, വാട്സാപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ മതി. തൽക്കാലം ഞാൻ ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ തരാം. സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് വയ്ക്കുക. കാരണം നോട്ട് ആദ്യമേ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, പോകുന്ന പകുതിയെങ്കിലും പ്രിപ്പയർ ആവണ്ടേ. ഞാൻ ആവുന്ന വെച്ച് ക്ലാസ് ഇട്ട് പോവുകയാണ്. സോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരും, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് വെച്ചാൽ മതി. ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഹെൽത്ത് ഈസ് ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇറ്റ് മീൻസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അടുത്ത ഫാക്ടേഴ്സ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ഹെൽത്ത് ആണ് എന്ത്? പാത്തോജൻസ് അഥവാ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. മാൽ ന്യൂട്രീഷൻസ് എന്ന് വെച്ചാൽ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസീസ്. എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്. ലൈഫ് സ്റ്റൈൽ ചോയ്സസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന വ്യായാമം ഇല്ലാത്ത അവസ്ഥ, അൺഹെൽത്തി ഡയറ്റ്, അങ്ങനത്തെ സാധനം. പിന്നെ ജനിതകമായി കിട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാം. ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഇംബാലൻസ്, ഹോർമോണെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പഠിച്ചല്ലോ അല്ലേ. അടുത്ത സ്ട്രെസ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന സാധനം ഇതെടുത്ത് വയ്ക്കരുത് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി എൻ്റെ അടുത്ത് ആരും വന്നിട്ട് മെസ്സേജ് ചോദിക്കുക, സാറേ ഈ പറയുന്ന പോർഷൻ തീരുവടാ, സർക്കാരും ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇല്ലേ, തീരും, ധൈര്യമായിട്ടിരിക്കുക, സെറ്റാണ്. ഓക്കെ, പൂർ ഹൈജീൻ അത് നിങ്ങൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ഇഞ്ചുറികൾ ഉണ്ടാകുന്നു, അലർജൻസ് പോലെയുള്ള വസ്തുക്കൾ നമ്മുടെ ലൈഫിലെ ഹെൽത്തിനെ എന്ത് ചെയ്യും? മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇത് എയറിലൂടെ, വാട്ടറിലൂടെ, ഫുഡിലൂടെ, സ്കിൻ കോണ്ടാക്റ്റിലൂടെ, പല അവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് എത്താം. അങ്ങനെ എത്തുന്ന ഈ പറയുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻറ്റിജനുകൾ എന്ന് വിളിക്കുന്നത് പൊതുവിൽ. അപ്പോൾ അതിനകത്ത് ഈ രോഗാണുക്കൾ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ചിലർക്ക് ഈ അലർജി ഉണ്ടാക്കുന്ന പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, പൊടിപടലങ്ങൾ, അതുപോലെ ചില ആഹാര ഐറ്റംസ്, കെമിക്കൽസ് പോലെയുള്ളവ നമ്മുടെ ശരീരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. നമ്മൾ വിളിച്ചു വരുത്തുന്നല്ല, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരെ പറഞ്ഞയക്കും. അവരെന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. ആര് പറഞ്ഞയക്കും? ആ പറഞ്ഞയക്കുന്ന ആളുടെ പേരാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി, മലയാളം മാറിയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിനെ എന്ത് പറയും? നമ്മളുടെ രോഗപ്രതിരോധ ശേഷി. എന്തുവാണ്? രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ദ പാത്തോജൻസ്. പാത്തോജൻസ് എന്ന് പറയുമ്പോൾ രോഗാണുക്കളും മറ്റു കാര്യങ്ങളും ആൻറ്റിജൻസ് എല്ലാം വരും. ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ്. അതുപോലെ അകത്തെത്തിയവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റിയുടെ ജോലി എന്ന് പറയും. നമ്മുടെ ദൃശ്യത്തിൽ ജോർജ് കുട്ടിയെ പോലെയാണ് അല്ലേ, ക്ഷണിക്കപ്പെടാത്ത അതിഥി കയറി വന്നപ്പോൾ അതിഥി എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടു കളയണം. അതാണ് ആരുടെ ജോലി? നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ജോലി എന്ന് പറയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലാണ് ഉള്ളത്.
ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ജന്മന കിട്ടുന്നതോ, മറ്റൊന്ന് അക്വേർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ ജീവിതം കൊണ്ട് നേടിയെടുക്കുന്നത്. ഇങ്ങനെ ഇമ്മ്യൂണിറ്റി നമുക്ക് എത്ര എടുത്തിരിക്കാം? സഹജ പ്രതിരോധം അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ആർജിത പ്രതിരോധം അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി എത്ര എടുത്തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ആൻറ്റിജനുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന പാത്തോജൻസും പോളൻ ഗ്രെയിൻസും പോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ഇൻക്ലൂഡിങ് പാത്തോജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ എ വേ ആൻഡ് കോസസ് ഡിസീസസ് ആർ കോൾഡ് ആൻറ്റിജൻസ്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഇവരെയാണ് നമ്മൾ ആൻറ്റിജനുകൾ എന്ന് വിളിക്കുന്നത്. ഈ ആൻറ്റിജൻസിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് ഇത്രയും ആൾക്കാർ വരുന്നു. ഈ പറയുന്ന ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അവരെ പിടിച്ച് പുറത്താക്കുക, കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിൽ. ഒന്ന് നമുക്ക് സഹജമായി കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, സ്വന്തമായിട്ട് ജന്മനാ കിട്ടുന്നത്. മറ്റൊന്ന് എന്താണ്? ആർജിത പ്രതിരോധം അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ പറ്റി വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? The natural immune mechanism that exists in the body by birth is called innate immunity. നമ്മുടെ ശരീരത്തിൽ ജന്മന നമുക്ക് കിട്ടുന്ന സാധനം അല്ലെ, ജന്മന ശരീരത്തിൽ നൽകിയിരിക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെയാണ് നമ്മൾ സഹജ പ്രതിരോധം അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്നേറ്റ് സഹജമായ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇന്നേറ്റ്. ഓക്കെ, ഇതിനകത്ത് പല രീതികളുണ്ട്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ആൻറ്റിജനുകൾ നമ്മുടെ ശരീരത്തിൽ എത്താതെ പിടിച്ചു നിർത്തും. ഇതിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രൈമറി ലെവലെന്നും മറ്റൊന്ന് സെക്കൻഡറി ലെവൽ എന്ന് വെച്ചാൽ അകത്ത് കടക്കാതെ തടഞ്ഞു നിർത്തുന്നതിനെ നമുക്ക് പ്രൈമറി എന്നും, ഇനി അകത്ത് എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു പുറത്താക്കുന്ന പരിപാടിയെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി എന്നും വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈമറി എന്നും സെക്കൻഡറി. അപ്പോൾ പ്രാഥമിക പ്രതിരോധം അതാണ് ഈ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ്റർ ചെയ്യാതെ തടഞ്ഞു നിർത്തുക. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് പല മെക്കാനിസംസ് ഉണ്ട്. അതിനകത്ത് എന്ത് വരും? ആൻറ്റിജൻസ് ഫ്രം എൻറ്ററിങ് ദ ബോഡി അല്ലെ, ശരീരത്തിൽ എൻ്റർ ചെയ്യാതെ പിടിച്ചു നിർത്തുന്ന പരിപാടിയാണ് നമ്മൾ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഈ പിക്ചർ നോക്കിയാൽ കിട്ടും. അത് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണിനെ പറ്റി പഠിച്ചപ്പോഴും അല്ലെ, നമ്മൾ പല സലൈവയെ പറ്റി പഠിച്ചപ്പോഴും ഒക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ സലൈവയിലും നമ്മുടെ കണ്ണീരിലും ഉണ്ടാകുന്ന ലൈസോസും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ബിഹൈൻഡ് സെൻസേഷൻസിനകത്ത് പഠിച്ചു അല്ലെ, കണ്ണീരിലുണ്ടാകുന്ന ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം അതെന്താണ്? ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. ചെവി പഠിച്ചപ്പോൾ പഠിച്ചു വാക്സ് അല്ലെ, ഹെയർ സെൽസ് ഉണ്ട്, അത് ഫിസിക്കലി. എന്നാൽ ഇയർ വാക്സ്, ഈ പറയുന്ന ഇയർ വാക്സ് എന്ത് ചെയ്യും? കെമിക്കലി ഒരു കെമിക്കൽ സാധനമാണ്. അപ്പോൾ ഇയർ വാക്സ്. അതുപോലെ നമ്മുടെ മൂക്കിൽ ഉള്ള മ്യൂക്കസ് അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ അല്ലെ, മ്യൂക്കസ് നമ്മുടെ മലയാളത്തിൽ ശ്ലേഷ്മം എന്നാണ് പറയുന്നത്. ശ്ലേഷ്മവും ശ്ലേഷ്മ സ്ഥലവും ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഉമിനീര്, കണ്ണുനീരിലടങ്ങുന്ന ലൈസോസൈം, അതുപോലെ നമ്മുടെ ചെവിയിലുള്ള മെഴുക് അഥവാ വാക്സ്, പിന്നെ ഈ ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്, മൂക്കൊക്കെ പിടിക്കുമ്പോൾ പിടിച്ച് കളയത്തില്ലേ ആ സാധനം. പിന്നെ നമ്മുടെ ശ്വാസനാളത്തിനകത്തുള്ള സീലിയ, അതായത് ശ്വാസനാളം ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ ചെവിക്കകത്ത് പഠിച്ചതുപോലത്തെ അല്ല, ഇത് വേറൊരു സാധനം. അപ്പോൾ ഇതും ഈ പറയുന്ന മ്യൂക്കസും കൂടി കിടക്കുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്ന് ശ്വാസകോശത്തിനകത്തോട്ട്, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്, അതിനകത്തോട്ട് പോകാതെ പിടിച്ചു നിർത്തും. അതാണ് സീലിയ ഇൻ ദ ട്രക്കിയ. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു പ്രതിരോധ ശേഷി തരുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള സ്വെറ്റും സെബവും, സെബം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നിങ്ങൾ പലർക്കും ഇഷ്ടമുള്ള സാധനമല്ല. ഈ പറയുന്ന ഓയിലി സ്കിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണത്തില്ലേ, സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബം, നമ്മളത് മാറ്റാനായിട്ട് പൗഡറൊക്കെ ഇട്ട് സുന്ദരനാവാൻ നോക്കത്തില്ലേ ആ സാധനം. പിന്നെ സ്വെറ്റും ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്. ഇനി ആഹാര പദാർത്ഥങ്ങൾ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മുടെ വയറിനകത്ത് എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഒരു സ്ട്രോങ് ആസിഡാണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ HCl. പിന്നെ ഇതും കടന്ന് അകത്തെത്തിക്കഴിഞ്ഞാൽ ബാക്ടീരിയകളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ എവിടെയുണ്ട്? ഈ കുടൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിനകത്തുണ്ട്. പിന്നെ വീണ്ടും മ്യൂക്കസ് മെമ്പറൈൻസ് നമ്മൾ ഈ പറയുന്ന റെസ്പിറേറ്ററി ഓർഗൻസിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള എന്താ പറയുന്നത്, നമുക്ക് പ്രൈമറി ഡിഫൻസ് തരുന്നു. പ്രൈമറി നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഉമിനീര്, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ, നമ്മുടെ ഉമിനീര്, കണ്ണീര്, ചെവിക്കകത്താണെങ്കിൽ ഇയർ വാക്സ്, മൂക്കിലും തൊണ്ടയിലുമാണെങ്കിൽ മ്യൂക്കസ്, ട്രക്കിയ നമ്മൾ ഈ പറയുന്ന ലങ്സിലോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് സീലിയ, വയറിനകത്താണെങ്കിൽ HCl, ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻസിനകത്താണെങ്കിൽ എന്താണ്? മ്യൂക്കസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ, ചില ബാക്ടീരിയാസ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസിനകത്താണെങ്കിൽ എന്തുണ്ട്? മ്യൂക്കസ് അഥവാ ശ്ലേഷ്മവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൈമറി ലെവൽ ഓഫ് ഡിഫൻസിനകത്ത് വരുന്നത്. ഇത് എവിടെയാണ്, എങ്ങനെയാണെന്നുള്ള രീതി ചോദ്യങ്ങൾ വരും. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ണീര്, ചെവി, മ്യൂക്കസ്, ട്രക്കി ഇതൊക്കെ പഠിച്ചത് കൊണ്ട് പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാലോ. ഇപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി. ഒരു എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? എഴുതാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത് നമ്മളെ ഹെൽത്തിനെ ഇല്ലാതാക്കുന്നവരാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഈ ആൻറ്റിജനെ എതിർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ല, ആൻറ്റിജൻ വരുമ്പോഴാണ് ഡിസീസ് ഉണ്ടാകുന്നത്. അതിനെ എതിർക്കുന്നതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്ക് ജന്മനാ കിട്ടുന്നതിനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഹജ പ്രതിരോധം എന്ന് വിളിക്കുന്നു. അക്വേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധമുണ്ട്. അതിനകത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് അത് വരുന്നത് എന്താണ്? നാച്ചുറൽ മെക്കാനിസമാണ്, ജന്മനാ കിട്ടുന്നതാണ്. അതിൽ പ്രൈമറി ലെവലാണ് ആദ്യം വരുന്നത്. ഏതൊക്കെ വരും? ലൈസോസൈമിലുള്ള സലൈവയിലും ടിയറിലുള്ള ലൈസോസൈം. സ്ക്രീൻഷോട്ട് എടുത്തോളണേ, ഇതൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തല്ലോ, എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൈമറി ലെവലിനകത്ത് വരുന്നതാണ് അല്ലേ. മ്യൂക്കസ്, ലൈസോസോം, മ്യൂക്കസ്, സീലിയ, വാക്സ്, സ്വെറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബാക്ടീരിയ. അപ്പോൾ എന്ത് കഴിഞ്ഞു? പ്രൈമറി കഴിഞ്ഞു. അടുത്ത് വരുന്നതാണ് എന്ത്? സെക്കൻഡറി. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ബോഡി പാർട്ടും അതിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസവും ഈ പറയുന്ന PDF നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇവിടെ നമുക്ക് പറയാതെ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല. ശരി, അടുത്ത് വരുന്നതാണ് നമ്മുടെ സെക്കൻഡറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഇന്നേറ്റായിട്ട് കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ എന്താ സംഭവം? ഇതൊക്കെ ഭേദിച്ച് എന്ത് ചെയ്തു? അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് രോഗപ്രതിരോധ ശേഷിയിൽ നമ്മുടെ രക്തത്തിനകത്തുള്ള ആരാണ്? വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ WBC അല്ലെ, ശ്വേത രക്താണുക്കൾ എന്നല്ലേ പറയുന്നത് അല്ലേ? അതെ, ഈ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBC ആണ് ഇതിനകത്ത് മെയിൻ ആളെന്ന് പറയുന്നത്. ഇവന്മാരാണ് പട്ടാളത്തിനെ ഇറക്കുന്നതെന്ന് വിചാരിക്കുക അല്ലേ. അതിർത്തി കടന്ന് എന്ത് ചെയ്തു? ടെററിസ്റ്റുകൾ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പട്ടാളത്തിനെ ഇറക്കും. ആ പട്ടാളം ചെയ്യുന്നത് പോലെ ഇതിനെ ക്ലീൻ ആക്കുന്ന ജോലിയാണ് ആര്? ഈ പറയുന്ന നമ്മുടെ WBCക്കുള്ളത്. പട്ടാളത്തിനകത്ത് നമുക്കറിയാം, പട്ടാളം എന്ന് പൊതുവേ പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആർമിയുണ്ട്, അതുപോലെ കരസേനയുണ്ട്, അതിലെങ്കിൽ എന്താണ് വായു എയർഫോഴ്സ് ഉണ്ട്, പിന്നെ നാവികസേന ഉള്ളതുപോലെ പലതരം എനിമീസിന് വേണ്ടിയിട്ട് പലതരം സെറ്റപ്പുകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട്. അപ്പം നോക്കിയോ, ഇഫ് ദ പാത്തോജൻസ് ബൈപ്പാസ് ദ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി ബൈപ്പാസ് ചെയ്തു ആൻഡ് എൻ്റർ ദ ബോഡി ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ദാറ്റ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ദം ഈസ് കോൾഡ് സെക്കൻഡറി അല്ലേ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് വരും? ഡിഫൻസ് മെക്കാനിസത്തിന്റെ കോർഡിനേറ്റ് ആക്ഷൻ വരും. എന്ന് വെച്ചാൽ പല സിസ്റ്റംസും ഒരുമിച്ച് പ്രവർത്തിക്കും. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരാണ്? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. ഇവരാണ് സെക്കൻഡറിയിൽ പ്രധാന ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെല്ലിനെ നോക്കിയാൽ 4 പേരാണ് ഉള്ളത്. ഒന്ന് ന്യൂട്രോഫില്, ഇസനോഫില്, മോണോസൈറ്റ്, ബാസോഫില്. ന്യൂട്രോഫില്, ഇസനോഫില്, മോണോസൈറ്റ്, ബാസോഫില്. 4 പേര് പഠിച്ചേ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ഇസനോഫില്, മോണോസൈറ്റ്, ബാസോഫിൽ. സെക്കൻഡറി ലെവൽ എന്താണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. WBC 4 എണ്ണം. അപ്പോൾ WBC 4 എണ്ണം പറയുമ്പോൾ നമ്മൾ മലയാളം മീഡിയം കൂടെ നോക്കാം. അപ്പോൾ മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്? ദ്വിതീയ പ്രതിരോധം അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ സംഭവം ഇത് തന്നെയാണ്. എന്തായിരിക്കും? നമ്മുടെ ഈ പറയുന്ന അല്ലെ പ്രാഥമിക പ്രതിരോധത്തെ ഭേദിച്ച്, പ്രൈമറിയെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവയെ പ്രതിരോധിക്കുന്നതിനാണ് ഈ പറയുന്ന എന്താണ്? ദ്വിതീയ പ്രതിരോധം വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? നമ്മുടെ ദ്വിതീയ പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന വെളുത്ത രക്തകോശങ്ങൾ അല്ലേ, അതാണ് WBC എന്ന് പറയുന്നത്. അതിൽ 4 എണ്ണം വരും: ന്യൂട്രോഫില്, ഇസനോഫില്, മോണോസൈറ്റ്, ബാസോഫില്. അപ്പോൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ സാധനം സെയിം ആയിട്ട് നോക്കാമല്ലോ. ഇല്ല, ന്യൂട്രോഫിലിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രോഫിലിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിനകത്തുള്ള ഈ പറയുന്ന തിമിംഗലം അല്ലെങ്കിൽ മുതലകളാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. എനിമിയെ അങ്ങ് വിഴുങ്ങും. എനിമി എന്ത് ചെയ്യും? അങ്ങ് വിഴുങ്ങും. നമ്മൾ ഈ പറയുന്ന പഴയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഈ കൊട്ടാരങ്ങളൊക്കെ ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടേക്കും അല്ലേ, ഇതിന് മുകളിൽ കൂടി പാലമൊക്കെ ഉണ്ടാവും. നമ്മൾ കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പാലം മുക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് അലിഗേറ്റേഴ്സ് അല്ലെങ്കിൽ മുതലകളുണ്ടാവും. എനിമീസ് വന്ന് ചാടിക്കഴിഞ്ഞാൽ അവരെ പിടിച്ചങ്ങ് തിന്നും. അതുപോലെ ഈ പറയുന്നത് ഇന്നുന്ന സാധനങ്ങളാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന ബാക്ടീരിയാസിനെ എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യും, അങ്ങ് വിഴുങ്ങും. ഓക്കെ, ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് ദ ബാക്ടീരിയാസ് ആൻഡ് പ്രൊഡ്യൂസസ് കെമിക്കൽ എഗെയിൻസ്റ്റ് പാത്തോജൻസ്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ വിഴുങ്ങി എടുത്ത് തീർക്കുന്ന ആൾക്കാരാണ് ആര്? ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ഇസനോഫിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പാടുമില്ല. നിങ്ങൾ അലർജി എന്ന് പറയുന്ന ഒരു അസുഖമുള്ളവരാണെങ്കിൽ ഇസനോഫീലിയെ പറ്റി ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇസനോഫീലിയ കൂടി നിൽക്കുക എന്ന് വെച്ചാൽ അലർജി കൂടി നിൽക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാരെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന WBCയുടെ പാർട്ടാണ് ആര്? ഇസനോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇസനോഫിലിയെ അലർജി വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇസനോഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രലൈസസ് ദ കെമിക്കൽസ് റിലീസസ് ദാറ്റ് വെൻ ദർ ഇസ് ആൻ അലർജി. അപ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ വരുന്നത് ഇസനോഫിൽ, വിഴുങ്ങി തീർക്കുന്നത് ന്യൂട്രോഫിൽ. എന്നാൽ മോണോസൈറ്റുകളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. മോണോസൈറ്റ് ക്ലീനേഴ്സാണ്. മോണോസൈറ്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഫോറിൻ സബ്സ്റ്റൻസുകളെയും അതുപോലെ തന്നെ ബാക്ടീരിയാസ്, ഡെഡായ സെല്ലുകളെ ഒക്കെ എന്ത് ചെയ്യുക?
ക്ലീൻ ആക്കുക. വിഴുങ്ങി തന്നെയാണ് ക്ലീൻ ആക്കുക. വിഴുങ്ങലല്ലേ വഴിയുള്ളൂ, അവിടെ വേറെ എടുത്ത് കളയാൻ തൂപ്പും തുറപ്പയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിഴുങ്ങി ഇതിനൊക്കെ കളയുന്ന ജോലി. അപ്പോൾ ന്യൂട്രോഫിലും മറ്റൊരു വ്യത്യാസം എന്താണ്? വരുന്ന എനിമീസിനെ ഡയറക്റ്റായിട്ട് വിഴുങ്ങിയെടുക്കുന്നത് ന്യൂട്രോഫിലും. എന്നാൽ ഈ പറയുന്ന ഫോറിൻ സബ്സ്റ്റൻസും ബാക്ടീരിയാസും ഡെഡ് സെല്ലുകളെയൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടിയാണ് എന്ത് മോണോസൈറ്റുകൾക്ക് ഉള്ളത്. അടുത്ത് വരുന്നതാണ് ബാസോഫിൽ. ഈ ബാസോഫിലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രാഫിക് സിനിമ ഉണ്ടായിരുന്നോ, പഴയ ട്രാഫിക് സിനിമ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഹാർട്ട് കൊണ്ടൊരിടത്ത് നിന്ന് മറ്റൊരിടത്ത് പോയപ്പോൾ ഈ റോഡും സ്ഥലമൊക്കെ ക്ലീൻ ആക്കുന്ന ജോലി ഉണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാർ, അല്ലെ കുറേ കൂട്ടുകാർ, ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന റോഡും കാര്യമൊക്കെ ക്ലീൻ ആക്കാൻ ഓടി നടന്നില്ലേ? അല്ലെങ്കിൽ വഴി തെളിയിക്കാൻ, വഴി റെഡിയാക്കാൻ പോലീസുകാർ ഈ VVIPs ഒക്കെ വരുമ്പോഴത്തേക്കും റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഈ പാവങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതേ ജോലിയാണ് ബാസോഫിലിനകത്ത് പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന എന്താണ്, ഹെപ്പാരിൻ പോലെയുള്ള ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഹിസ്റ്റാമിനെ പോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ? നമുക്ക് ഈ മുറിവ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഈ പറയുന്ന നീര് വയ്ക്കുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ നീരൊക്കെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസ് ഒക്കെ വലുതാവും. അപ്പോൾ വലുതാവുമ്പോഴേ ഈ പറയുന്ന ഈ പറഞ്ഞ മോണോസൈറ്റിനും ന്യൂട്രോഫിലിനും ഇസിനോഫിലിനും ഒക്കെ സുരക്ഷിതമായിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള വഴിയൊക്കെ ഒരുക്കി വെക്കാൻ വേണ്ടി അതിനുള്ള എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? ബാസോഫിലിനുള്ളത്. അപ്പോൾ എന്താണ്, ഒന്ന്, രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാൻ പറ്റും, കൺജസ്റ്റഡ് ആയില്ലേ, റോഡ് ബ്ലോക്ക് ആയില്ലേ? അപ്പോൾ കട്ട പിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിനെ കൊടുക്കുക. അപ്പോൾ രക്തമൊക്കെ ലൂസായിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രക്തം പമ്പ് ചെയ്ത് എത്തിയിട്ട് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം ചെയ്യും. അതുപോലെ ഈ പറയുന്ന വലുതാക്കണം, റോഡ് വീതി കൂട്ടുന്ന പോലെ ബ്ലഡ് വെസൽസിനൊക്കെ വലുതാക്കണമെങ്കിൽ നീര് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ പറയുന്ന ഹിസ്റ്റാമിൻസിനെ പോലെയുള്ള രണ്ടാൾക്കാർ, പേര് ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കാതിരിക്കാനും ഹിസ്റ്റാമിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് ഈ പറയുന്ന റൂട്ട് ക്ലിയർ ആക്കുന്നതാണ് ആരുടെ ജോലി? ബാസോഫിലിൻ്റെ ജോലി. അപ്പോൾ 4 പേര്. ന്യൂട്രോഫിൽ എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങുന്നു, നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ എന്താണ് രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇസിനോഫിലാണെങ്കിലോ അലർജി ഉണ്ടാകുമ്പോൾ പുറത്തു വിടുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്തു? നിർവീര്യമാക്കുന്ന ജോലിയാണ് ആർക്ക്? ഇസിനോഫിലിനുള്ള അലർജി. മോണോസൈറ്റ് എന്താണ്? അന്യവസ്തുക്കളും ബാക്ടീരിയകൾ അതുപോലെ മൃതകോശങ്ങൾ, ഡെഡായ സെല്ലുകൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതുമാണ് ആരുടെ ജോലി? മോണോസൈറ്റിന്റെ ജോലി. ഇനി ബാസോഫിലിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രക്തം കട്ട പിടിക്കുന്നത് തടയുക, ഹെപ്പാരിനെയും അലർജി ഉണ്ടാക്കുന്ന മറ്റ് വീക്കം ഉണ്ടാക്കുന്ന ഹെപ്പാരിനെ ഇതിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആരുടെ ജോലി? ബാസോഫിലിന്റെ ജോലി. അപ്പോൾ ഇതാണ് എന്തിനകത്ത് വരുന്നത്? സെക്കൻഡറിക്കകത്ത് വരുന്നത്. ഈ സെക്കൻഡറിക്കകത്ത് നമ്മളിത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ ആർക്കും. അപ്പോൾ ന്യൂട്രോഫില്, ഇസിനോഫില്, ബാസോഫില് അതിൻ്റെ ജോലി ഞാൻ അതിൻ്റെ സിമ്പിൾ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രോഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ചെറിയൊരു മുറിവ് ഉണ്ടാകുന്ന സമയത്ത് ന്യൂട്രോഫിൽ അവിടെ എത്തുകയും എന്ത് പറ്റും? അവിടെ വന്ന് ബാക്ടീരിയയൊക്കെ തിന്നു തീർക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാകുമ്പോൾ, ഈ പറയുന്ന തുമ്മലും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇസിനോഫിൽ എന്ത് ചെയ്യും? ഈ അലർജി ഉണ്ടാക്കുന്ന റിയാക്ഷനുകൾ ഇല്ലാതാക്കും. ആൻറ്റി ഹിസ്റ്റാമിൻ ഗുളികകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത് മോണോസൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോണോസൈറ്റ് ക്ലീൻ അപ്പ് ദ ഡെഡ് സെൽസ് ആൻഡ് ജേംസ് ഫ്രം ദ ഇൻഫെക്റ്റഡ് ഏരിയ, അവിടെ നിന്നുള്ളതിനൊക്കെ ക്ലീൻ ചെയ്യുക. ബാസോഫിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ സ്വെല്ലൻ, നീര് വയ്ക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന സ്വെല്ലിങ്ങും ഇച്ചിങ്ങും ഉണ്ടാക്കുന്നതൊക്കെ ബാസോഫിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും അന്യവസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 3-4 പ്രക്രിയകൾ നടക്കും. അതായത് ഒന്ന്, ഫാഗോസൈറ്റോസിസ് നടക്കും, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കും, ഫീവറും അതുപോലെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡും ഉണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നു. സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കാണുകയാണെങ്കിൽ ദയവീത് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ക്ലാസ് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം. സോ വാർണിംഗ് തന്നു കഴിഞ്ഞു. ബാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ WBC എവിടെ എത്തി? നമുക്കൊരു മുറിവുണ്ടായി. അപ്പോൾ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അകത്തെത്തിക്കഴിഞ്ഞ ഈ പറയുന്ന ആൻറ്റിജനുകളെ നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില പ്രക്രിയകളുണ്ട്. അതിൽ ഫസ്റ്റ് പ്രക്രിയയുടെ പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, സംഭവം വളരെ സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. മലയാളത്തിലും എന്ത് തന്നെയാണ്? ഫാഗോസൈറ്റോസിസ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാർ. പാത്തോജൻസ് അഥവാ കൃമികൾ, മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഉടനെ ആര് വരും? റിസപ്റ്റേഴ്സ് അത് തിരിച്ചറിയും. റിസപ്റ്റേഴ്സ് നേരെ ആരെ വിളിച്ച് പറയും? WBCയെ വിളിച്ച് പറയും. WBCയിൽ വിഴുങ്ങുന്ന 2 പേരാണ് ഉള്ളത്, ന്യൂട്രോഫിലും മോണോസൈറ്റ്. 2 പേരും കൂടെ വന്ന് ഇതിനെ അങ്ങ് വിഴുങ്ങും. വിഴുങ്ങി കഴിയുമ്പോൾ നമ്മളതിനെ ഫാഗോസോം എന്ന് വിളിക്കും.
പാത്തോജൻസ്, ഫാഗോസൈറ്റോസിസ് അല്ലേ, വിഴുങ്ങുക ഫാഗോസൈറ്റോസിസ് അല്ലേ, അത് നമ്മൾ എന്ത് വിളിക്കും? ഫാഗോസോം എന്ന് വിളിക്കും. അപ്പൊ എന്താ ഫാഗോസോം? നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു പാത്തോജൻ വന്നു. ഈ വന്ന പാത്തോജനെ WBC വിഴുങ്ങി. WBCയിൽ ആരൊക്കെ? ഈ പറയുന്ന നമ്മുടെ ആരൊക്കെ ഇവിടെ പറയുന്നുണ്ട്, മോണോസൈറ്റും അതുപോലെ ന്യൂട്രോഫിലും വിഴുങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ബാക്കി, അതായത് പാത്തോജനും ഈ പറയുന്ന WBC കൊണ്ട് ചേർന്നുണ്ടാവുന്നതാണ് ഫാഗോസോം. അപ്പോൾ ഈ ഫാഗോസോം മാക്സിമം ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും, അല്ലേ, നമ്മുടെ പാത്തോജനെ. പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ലൈസോസോമിന് സഹായത്തിന് വിളിക്കും. നമ്മൾ പഠിച്ചു ലൈസോസോം ആരാണെന്ന്. എൻസൈംസ് ഉണ്ടാക്കും, അത് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? നശിപ്പിക്കും. അവനും കൂടെ ചെയ്യും. അപ്പോൾ ഫാഗോസോമിനോടൊപ്പം ലൈസോസോം ചേരുമ്പോൾ അതിൻ്റെ പേര് ഫാഗോലൈസോസോം. ഫാഗോസോമിനോടൊപ്പം ലൈസോസോം ചേരുമ്പോൾ ഫാഗോലൈസോസോം. എന്നിട്ട് ഈ പറയുന്ന ലൈസോസോം അതിനകത്തുള്ള എൻസൈംസിനെക്കൊണ്ടൊക്കെ ഇറക്കി വിടും. ഇവന്മാരെല്ലാം കൂടെ വട്ടം കൂടി പാവം നമ്മുടെ പാത്തോജനെ ഇട്ടിച്ച് നശിപ്പിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് പാക്ക് ചെയ്ത് എന്ത് ചെയ്യും? അങ്ങ് പുറത്തേക്ക് കളയും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫാഗോസൈറ്റോസിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തോജൻ. പാത്തോജനെ വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കാം. ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കാം. ദ ബ്ലഡ് സെൽസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ ഫാഗോസൈറ്റോസിസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്. ആരൊക്കെ അതിൽ വരുന്നത്? ന്യൂട്രോഫിലും മോണോസൈറ്റും. ഇപ്പോൾ പറഞ്ഞു, വിഴുങ്ങുന്ന രണ്ടുപേര് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. എസിനോഫിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? എസിനോഫീലിയ ബാക്ടീരിയ അല്ലെ, അലർജി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇല്ലാതാക്കുന്നതാണ്. നമ്മുടെ ഈ പറയുന്ന മോണോസൈറ്റ് അല്ലെ, ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബാസോഫിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹിസ്റ്റാമിനും അതുപോലെ ഹെപ്പാരിനും ഉണ്ടാക്കുന്നതാണ്. ഇൻഫ്ലമേഷൻ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ന്യൂട്രോഫിൽ എസിനോഫിലുമാണ് പരിപാടി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? ഫാഗോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാത്തോജൻ പ്ലസ് ഈ പറയുന്ന WBC. ഫാഗോലൈസോസോമിന്റെ ജോലി എന്താണ്? ഈ പറയുന്ന ലൈസോസോമിനുള്ള എൻസൈംസ് നശിപ്പിക്കും. ഫാഗോസൈറ്റോസിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് വെച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട് ഫാഗോസൈറ്റോസിസ്. ആദ്യം ഡെഫിനിഷൻ പഠിക്കണം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തോജൻസ്. ഇത് ഇടപെടുന്ന സെല്ലുകളെ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കും. ഫാഗോസൈറ്റ് ചെയ്യുന്ന പരിപാടി ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഈ ഫാഗോസൈറ്റോസിസിനകത്ത് പങ്കെടുക്കുന്ന ആരൊക്കെ? മെയിനായിട്ട് പങ്കെടുക്കുന്ന ന്യൂട്രോഫിലും മോണോസൈറ്റും എൻഗൾഫ് ചെയ്യുന്നു. സഹായിക്കാൻ ലൈസോസോം വരുന്നു, പുറത്തേക്ക് വരും. അപ്പോൾ ആ മെക്കാനിസം ഞാനിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജസ് ആയിട്ട് നമുക്ക് പഠിക്കാം. സ്റ്റെപ്സ് ഓഫ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ എന്താണ്? WBC അല്ലെ, ഇതെന്ത് ചെയ്യും? ജേംസിനെ ഈറ്റ് ചെയ്യും അല്ലെ, അതിനെ പിടിക്കും, അതിനെ കഴിക്കും, എൻസൈംസ് ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇല്ലാത്ത സാധനത്തിന് ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് നടക്കുന്ന സിമ്പിൾ ടേംസ്. അപ്പോൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യും. അതായത് നമ്മുടെ WBC റിസപ്റ്ററുകൾ വഴി എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും ജേംസ് അല്ലെങ്കിൽ പാത്തോജൻസ് വന്നെന്ന്. അതിനെ എൻഗൾഫ് ചെയ്യും അല്ലെ, WBC എന്നെ സറൗണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? ഇതിനെ എൻഗൾഫ് ചെയ്ത് ഒരു സാക്കാക്കി മാറ്റും. അതിന്റെ പേരാണ് ഫാഗോസോമ. അടുത്ത ഫാഗോസോമ ആരുമായിട്ട് ചേരും? ലൈസോസോമായിട്ട് ചേരും. അതായത് ലൈസോസോം അതായത് ഒരു ഓർഗനലാണ്, എന്താണ്? ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അത് ഫാഗോസോമായിട്ട് ചേരുമ്പോഴാണ് അതിനെ ഫാഗോലൈസോസോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫാഗോലൈസോസോമിനകത്ത് വെച്ച് എൻസൈംസും കൂടെ ചേർത്തിട്ട് എന്ത് നടക്കും? ഡൈജഷൻ നടക്കും. ഓക്കെ. ദ എൻസൈംസ് ഫ്രോം ദ ലൈസോസോം ബ്രേക്ക് ഡൗൺ ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തോജൻസ് ഇൻസൈഡ് ദ ഫാഗോലൈസോസോം. റിലീസ് ചെയ്യും. ഹാംലെസ് ആയിട്ടുള്ള ബാക്കി സാധനങ്ങളെയും ഈ പറയുന്ന ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുപോയിട്ട് കളയും. ഇതാണ് സംഭവം. അപ്പോൾ സൈറ്റോസിസ് സ്റ്റേജസ് എന്ന് പറയുന്ന 4 സ്റ്റേജസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. സെറ്റ് അല്ലേ? അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അപ്പോൾ ഒന്നാമത്തെ പരിപാടി തീർന്നു. എൻഗൾഫ് ചെയ്ത് പുറത്ത് കളയുന്ന പരിപാടി. അടുത്ത് അകത്ത് ഏതെങ്കിലും മുറിവും കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതും ഇമ്മ്യൂൺ റെസ്പോൺസിനകത്ത് വരുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മലയാളത്തിൽ ഫാഗോസൈറ്റോസിസ് ഓക്കെ ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഫാഗോസൈറ്റോസിസ് സെറ്റാണല്ലോ. മലയാളത്തിൽ വേറെ വാക്കുകളൊന്നും വ്യത്യാസമില്ല. അടുത്ത വീങ്ങൽ പ്രക്രിയ അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണത്തിൽ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന നമ്മുടെ മുറിവ് നടക്കുന്ന സ്ഥലത്തോട്ട് എന്ത് പറ്റണം? കൂടുതലായിട്ടും രക്തം പമ്പ് ചെയ്തെത്തണം. അപ്പോൾ രക്തം പമ്പ് ചെയ്തെത്താനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഓക്കെ, ദ സെൽസ് അറ്റ് ദ ഇൻജുവേർഡ് പാർട്ട് റിലീസസ് ഹിസ്റ്റാമിൻസ് ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ്. ഹിസ്റ്റാമിൻസിന് സെക്രേറ്റ് ചെയ്യും. ഹിസ്റ്റാമിൻസ് ഞാൻ പറഞ്ഞു എന്താണ്? ഈ പറയുന്ന വീങ്ങലുണ്ടാകും. ഇത് ബ്ലഡ് വെസലുകളെ ഡയലേറ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടുതൽ മോണോസൈറ്റുകൾക്കും ന്യൂട്രോഫില്ലുകൾക്കും അവിടെ എത്താനായിട്ട് പറ്റുകയും ആ ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് വെച്ചാൽ?
ദ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ് ടു ദ ഇഞ്ചേർഡ് ഓർ ദ ബ്രൂസ്ഡ് ഏരിയ ടു ബ്രിങ് വൈറ്റ് ബ്ലഡ് സെൽസ് ടു ഫൈറ്റ് ആൻഡ് ഇൻഫെക്ഷൻ. അപ്പോൾ ആരാ ഹിസ്റ്റാമിൻസിനെ ഈ പറയുന്ന സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു. ഏതാണ്? ബാസോഫിലാണ് ചെയ്യുന്നത്. സെറ്റല്ലേ? അപ്പോൾ മുറിവേറ്റ ഭാഗത്ത് കോശങ്ങളെ ഹിസ്റ്റാമിനുകൾ അല്ലേ, കോശങ്ങൾ ഹിസ്റ്റാമിനും മറ്റ് രാസവസ്തുക്കളും പുറത്തുവിടുന്നു. ഇത് രക്തക്കുഴലുകൾ വികസിക്കാനും അതുപോലെ ഈ പറയുന്ന രക്തത്തിനകത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റ് എത്താനും അങ്ങനെ അവിടെ വീങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ നല്ലതിനാണ് വീങ്ങുന്നത്, നീരടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പിടിയിട്ടിട്ടുണ്ടാകും. അതിപ്പോൾ മുറിവോ ചതവോ ഏറ്റ ഭാഗത്തിൽ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് അണുബാധ തടയാൻ വേണ്ടിയിട്ടാണ് അതിനാണ് നമ്മൾ വീങ്ങൽ പ്രക്രിയ എന്ന് പറയുന്നത്. സെറ്റല്ലേ? അപ്പോൾ അതും ഓക്കെ ആണല്ലോ. അപ്പോൾ മുറിഞ്ഞാലും നമുക്ക് ചതവ് വന്നാലും ഇതാണ് സംഭവിക്കുന്നത്. നോട്ട് നോക്കാം, നോക്കിക്കോ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. വാട്ട് ഈസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? ഞാൻ ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടു. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് വെയർ ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ് ടു ആൻ ഇഞ്ചേർഡ് ഓർ ഇൻഫെക്റ്റഡ് ഏരിയ ടു ഹെൽപ്പ് ഫൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? ദ സെൽസ് അറ്റ് ദ ഇഞ്ചേർഡ് പാർട്ട് റിലീസസ് ഹിസ്റ്റാമിൻസ് ആൻഡ് അതർ കെമിക്കൽസ്. ഹിസ്റ്റാമിൻസ് ബ്ലഡ് വെസൽസുകളെ ഡൈലേറ്റ് ചെയ്യും, അങ്ങനെ കൂടുതൽ ബ്ലഡ് ആ ഏരിയയിലോട്ട് എത്തും, അങ്ങനെ WBC എത്തുന്നു, അത് ഈ പറയുന്ന എൻഗൾഫ് ചെയ്ത് കളയുന്നു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായി നടക്കുന്നത് ശരീരത്തിൽ? ഫാസ്റ്റ് ഡെലിവറി ഓഫ് WBC, അങ്ങനെ കൂടുതൽ പെട്ടെന്ന് പറ്റും. സ്വെല്ലിംഗ് ഹെൽപ്പ് ഐസൊലേറ്റ് ദ ഇൻഫെക്ഷൻ സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് സ്പ്രെഡ്. നീരൊക്കെ കൂടി നിൽക്കുമ്പോഴത്തേക്ക് കൂടുതൽ രക്തം അങ്ങോട്ട് എത്തുമ്പോൾ ഈ പറയുന്ന ഇൻഫെക്ഷൻ അകത്തോട്ട് കയറാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഈസ് എ പാർട്ട് ഓഫ് ബോഡീസ് ഇമ്മ്യൂൺ ആക്ടിവിറ്റി ടു ക്വിക്ലി അറ്റാക്ക് ജേംസ് ആൻഡ് ഹെൽപ്പ് ഇൻ ഹീലിംഗ്. സെറ്റല്ലേ? അപ്പോൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഹിസ്റ്റാമിൻ്റെ ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എല്ലാം ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക തൽക്കാലത്തേക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നോട്ട് കിട്ടും. അടുത്ത് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നോർമൽ റെസ്പോൺസ് ആണ് പനി. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പനി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും പനി ഉണ്ടാകുന്നത്. അപ്പോൾ പനി ഒരു രോഗമല്ല, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പനി ഉണ്ടാകാം, ഫീവർ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനേക്കാൾ മുകളിൽ ബോഡി ടെമ്പറേച്ചർ എത്തുന്ന അവസ്ഥയാണ് നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നു, പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ബോഡി ടെമ്പറേച്ചർ റൈസസ് എബവ് ദ നോർമൽ റേഞ്ച് ഓഫ് 98.6 അല്ലെങ്കിൽ 37 ഡിഗ്രി. എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ ഇൻഫെക്ഷൻസ് ഓർ ഇൻഫ്ലമേഷൻസ് ഒക്കർ, വൈറ്റ് ബ്ലഡ് സെൽസ് ഒരു പ്രത്യേക ആളെ റിലീസ് ചെയ്യും. ആളുടെ പേരാണ് ഓർത്ത് വയ്ക്കണം, പൈറോജൻസ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ആൻറ്റി പൈററ്റിക്സ് എന്ന് പറഞ്ഞ് പനിക്ക് കഴിക്കുന്ന ഗുളികയെ പറ്റി പറഞ്ഞു, മനസ്സിലായല്ലോ. പൈറോജൻസിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് പനി കുറയുന്നത്. കാരണം ഈ പൈറോജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ബ്രെയിനിലോട്ട് ചെന്നിട്ട് ബ്രെയിനിൻ്റെ അടുത്ത് പറയുന്നത് ബ്രെയിനെ എന്ത് കൂട്ടുക? ബോഡി ടെമ്പറേച്ചർ കൂട്ടുക. അപ്പം കൂട്ടുന്നതുകൊണ്ട് ഗുണമുണ്ട്. അപ്പോൾ ഈ കൂട്ടൽ തടയിപ്പിക്കുന്നതാണ് ആര് ചെയ്യുന്നത്? ഈ ആൻറ്റി പൈററ്റിക്സ് ചെയ്യുന്നു. അപ്പോൾ പനി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പൈറോജൻസ് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പനി എന്ന് വെച്ചാൽ എന്താണ്? വെൻ ഫീവർ ഹാപ്പൻസ് വെൻ ബോഡി ടെമ്പറേച്ചർ റൈസസ് എബോവ് 98.6 അല്ലെങ്കിൽ 37 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ എത്തുമ്പോഴാണ് ഫീവർ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വെൻ ഇൻഫെക്ഷൻസ് ഓർ ഇൻഫ്ലമേഷൻസ് ഒക്കെ WBC റിലീസ് ചെയ്യും ആരെ? പൈറോജൻസിനെ. ഈ പൈറോജൻസ് ആണ് ബ്രെയിനിന് ടെമ്പറേച്ചർ കൂട്ടാൻ പറയും. അപ്പോൾ എന്തിനാണ് ഇത് കൂട്ടുന്നത്? ഫീവർ ഈസ് എ ഡിഫൻസ് മെക്കാനിസം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറയുന്ന ഫാഗോസൈറ്റോസിസിനെ സഹായിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫാഗോസൈറ്റോസിസ് പെട്ടെന്ന് നടക്കും. അതുപോലെ ഈ പറയുന്ന ജേംസിൻ്റെ ഗ്രോത്തിനെ സ്ലോ ചെയ്യും. കാരണം ചൂടുള്ള ഒരവസ്ഥയിൽ അല്ലേ ബാക്ടീരിയാസിന് അധികം വളരാൻ പറ്റത്തില്ല. ഇമ്മ്യൂണിറ്റിയെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 3 പർപ്പസിന് വേണ്ടിയിട്ട് ഫാഗോസൈറ്റോസിസിൻ്റെ വേഗത കൂട്ടുക, ബാക്ടീരിയയുടെ ഗ്രോത്ത് തടയുക, അതുപോലെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ബോഡി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗുണം. കാരണം ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ കുറയുന്നു, ഇതുപോലെയുള്ള ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ബോഡി ടെമ്പറേച്ചർ തിരിച്ച് നോർമൽ അളവിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പനി അഥവാ ഫീവർ, അപ്പോൾ ശരീരത്തിൻ്റെ താപനില സാധാരണ നിരക്കിൽ നിന്ന് ഉയരുന്ന അവസ്ഥ. കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന രക്താണുക്കൾ പൈറോജനുകളെ ഉൽപ്പാദിപ്പിക്കും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് കണ്ടാൽ. ഈ പൈറോജനുകളാണ് ബ്രെയിനിൽ ചെന്നിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കൂട്ടുന്നത്. അങ്ങനെ ഈ പറയുന്ന പ്രതിരോധ മെക്കാനിസമാണ്. ഓക്കെ, മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണ് അണുക്കളെ വളർച്ചയെ തടയുകയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. സൂചനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും? പൈറോജൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്?
അഡ്വാൻറ്റേജസ് ഒന്നും ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഓക്കെ, ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതാണ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്, രക്തം ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥ. അതിലും നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് കുറച്ച് പാടാണ്. ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു മുറിവുണ്ടായി, ആ മുറിവിലൂടെ രക്തം പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നാൽ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് വാർന്നു പോവുകയും നമ്മൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് തടയുന്നതിനാണ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ഇൻ ടു ദ ബോഡി വെൻ എ വൂണ്ട് ഫോംസ് ഓൺ ദ സ്കിൻ. അല്ലെ, ശരീരത്തിൽ അപ്പോൾ ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന മുറിവിലൂടെ രക്തം പുറത്തോട്ട് പോകാതിരിക്കാനും പുറത്തുനിന്നുള്ള അണുക്കൾ അകത്തോട്ട് വരാതിരിക്കാനാണ് രക്തം ക്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് രക്തം ക്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് എവിടെയെങ്കിലും മുറിവ് പറ്റുമ്പോൾ നമ്മുടെ സെല്ലുകൾ ഡാമേജ് ആവും. സെല്ല് ചേർന്നുണ്ടാകുന്ന ടിഷ്യൂണ് എന്ത് ചെയ്യും? ഡാമേജ് സംഭവിക്കും. അപ്പോൾ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള പ്ലേറ്റ്ലെറ്റുകൾ, രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ, ടിഷ്യൂസും ഡാമേജ് ആവുന്ന സമയത്ത് അവരെന്ത് പറ്റും? അവർ ത്രോംബോപ്ലാസ്റ്റിനെ റിലീസ് ചെയ്യും. ഒരു എൻസൈമാണ്, എൻസൈമിന്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, ഒരു ബോംബ് ത്രോ ചെയ്തപ്പോൾ എന്ത് പറ്റി? പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ പേര് കിട്ടാൻ വേണ്ടി 4 പേര് വരെ പഠിപ്പിച്ചു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ദിസ് കൺവേർട്ട് എ പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ് കാൾഡ് പ്രോത്രോംബിൻ. രക്തത്തിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്നതിനെ ത്രോംബോപ്ലാസ്റ്റിൻ എന്തുമായിട്ട് മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിനാണെങ്കിൽ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞ കുറച്ച് പാടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ശരീരത്തിൽ എന്തായാലും മുറിവുണ്ടാവുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ഈ പറയുന്ന ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റുകളും കൂടി ഒരാളെ ഇങ്ങോട്ട് ഇറക്കി വിടും. അവൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. അല്ലെ, അപകടമൊക്കെ പറ്റുമ്പോൾ ബോംബൊക്കെ ത്രോ ചെയ്തിട്ടല്ലേ അപകടം, പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നു. യുദ്ധമാണല്ലോ നടക്കുന്നത്, യുദ്ധം. അപ്പോൾ ബോംബ് ത്രോ ചെയ്തു, അവിടെ എന്ത് പറ്റി? ത്രോംബോപ്ലാസ്റ്റിൻ വന്നു. അല്ലേ, നമ്മൾ അപകടം പറ്റുമ്പോഴത്തേക്ക് സിനിമയിലെ കണ്ടിട്ടില്ലേ, പട്ടാളക്കാർ ബോംബൊക്കെ കടിച്ചെറിയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചോ, ത്രോംബോപ്ലാസ്റ്റിനെ എടുത്ത് പറയും. അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രോംബിനാക്കി മാറ്റും. ത്രോംബിനെ എന്തായിട്ട് മാറ്റും? ത്രോംബിനാക്കി മാറ്റും. എന്ന് പറഞ്ഞു വിട്ട് ത്രോംബിനായിട്ട് മാത്രം പറഞ്ഞു വിടും. ഈ ത്രോംബിനാണെങ്കിൽ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ, നിങ്ങൾക്ക് ഒരു മുറിവ് വന്നു. അപ്പോൾ മുറിവ് പാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഇങ്ങനെ കുറേ നാരുകൾ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമുക്കതവിടെ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈബർ പോലത്തെ സാധനം വേണം, അതിൻ്റെ പേരാണ് ഫൈബ്രിൻ. ഈ ഫൈബ്രിനോജൻ്റെ രൂപത്തിലായിരിക്കുന്നു, അതിനെ ഫൈബ്രിനാക്കി മാറ്റും. ഇത്രയും സംഭവം. ഇപ്പോൾ ഈ ഫൈബ്രിനകത്ത് രക്തത്തിൻ്റെ സെൽസ് വന്ന് പറ്റിപ്പിടിച്ചിരുന്നിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ ക്ലോട്ട് ഉണ്ടായിട്ട് നമ്മുടെ മുറിവ് എന്ത് ചെയ്യും? ഉണങ്ങുന്നതല്ല, മുറിവിനകത്ത് രക്തത്തിൻ്റെ ഫ്ലോ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, എന്താ നടക്കുന്നത്? മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥലത്തുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകൾ അഥവാ ടിഷ്യൂസ് എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തത്തിനകത്തുള്ള പ്രോട്ടീനായിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഈ ഫൈബ്രിൻ നാരുകൾ എന്ത് പറ്റുന്നു? മുറിവിന്റെ ഭാഗത്ത് എത്തുകയും അവിടെ രക്താണുക്കളെ തടഞ്ഞു നിർത്തുകയും അല്ലെങ്കിൽ അകപ്പെടുകയും അങ്ങനെയാണ് രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോട്ടൊന്ന് നോക്കിയാലോ. അപ്പോൾ നോട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ നോക്കിയേ, ക്ലോട്ടിങ്. അപ്പോൾ എന്താണ് ക്ലോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് ക്ലോട്ടിങ് ഈസ് ദ പ്രോസസ് ദാറ്റ് സ്റ്റോപ്സ് ബ്ലീഡിങ് when the skin is injured and also help block the germs from entering into the body. എങ്ങനെയാണ് നടക്കുന്നത്? when there is an injury, പ്ലേറ്റ്ലെറ്റും ഡാമേജ് ആയ ടിഷ്യൂസും ത്രോംബോപ്ലാസ്റ്റിനെ ഇറക്കി വിടുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിൻ ഹെൽപ്പ് ടു ചേഞ്ച് ദ പ്രോട്ടീൻ പ്രോത്രോംബിൻ ഇൻറ്റു ത്രോംബിൻ. ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിൻ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെഷ് പോലെ ഫോം ചെയ്യുന്നു. അങ്ങനെ പറ്റും. അഡ്വാൻറ്റേജ്, രക്തത്തിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ആകും, വൂണ്ടിനെ സീൽ ചെയ്യും, അങ്ങനെ പുറത്തുനിന്നുള്ള പാത്തോജൻസ് വരാതിരിക്കും, അങ്ങനെ ഹീൽ ചെയ്യുന്നവരെ പിടിച്ചു നിർത്തും. സോ ക്ലോട്ടിങ് ഈസ് എൻ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ഹെൽപ്പ് ടു ഡിഫെൻഡ് ദ ബോഡി ഫ്രം ഇൻഫെക്ഷൻസ് ആഫ്റ്റർ ഇഞ്ചുറീസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ സംഭവം? അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് പറയാൻ പറ്റുമല്ലോ. പ്രോസസ് ഇൻവോൾവ് പറയാൻ പറ്റുമല്ലോ. ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് ഒരു ഇമ്മ്യൂണൽ ആക്ടിവിറ്റി ആണെന്നുള്ളത് പറയാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ നോട്ടിൽ തന്നിട്ടുള്ള പോയിന്റുകൾ. അങ്ങനെ നമ്മുടെ മുറിവ് ഉണങ്ങും. As the blood clot and the inflammation occur at the wound, a new tissues are formed leading to the wound healing. അപ്പോൾ എന്ത് പറ്റും? അങ്ങനെ ഈ പറഞ്ഞ മുറിഞ്ഞ ഭാഗത്ത് കണ്ടോ തഴമ്പെന്ന് നമ്മൾ പറയുന്ന സാധനം. എന്തുകൊണ്ടാണ്? ഈ യോജക കലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ ടിഷ്യൂസ് വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ടാണ് ഇതിനെ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ സ്കാർ അല്ലെങ്കിൽ തഴമ്പ് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് സംഭവം എന്ന് പറയും. സെറ്റല്ലേ? ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ എന്താണ്? മുറിവിൻ്റെ രക്തം കട്ട പിടിക്കുന്ന അല്ലെ, മുറിവുണങ്ങൽ ഒക്കെ രക്തം കട്ട പിടിക്കുകയും വീങ്ങൽ ഉണ്ടാവുകയും ചെയ്യുന്നതോടെ മുറിവിൻ്റെ പുതിയ കലകൾ രൂപപ്പെട്ട് മുറിവ് ഉണങ്ങുന്നു. നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായിട്ട് യോജക കലകൾ, കണക്റ്റീവ് ടിഷ്യൂസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഷേപ്പ് എന്ത് ചെയ്യാത്ത, അതുപോലെ നമുക്ക് കിട്ടാത്ത അല്ലെ, തഴമ്പ് അവിടെ മായാത്ത തഴമ്പുകളായി അതവിടെ കിടക്കുന്നത്. ഇനി നോക്കിയേ, പൊതുവായ പ്രതിരോധം എന്ന് നമ്മൾ എന്തിനെ വിളിക്കും? നമ്മൾ ഇപ്പോൾ പഠിച്ചതിനാണ് വിളിക്കാൻ പോകും. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നോക്കിയ ഇന്ന രോഗത്തിന് ഇന്ന ആള് അങ്ങനെയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന രോഗാണുവിന് ഇന്ന ആൾ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. പുറത്തു നിന്നുള്ള പാത്തോജനായിട്ടുള്ള ആര് വന്നാലും നമ്മൾ ഇതേ മെക്കാനിസം തന്നെ ചെയ്യും. അപ്പം ഇതെന്താണ്? ഇതൊരു പ്രത്യേക രോഗാണുവിന് വേണ്ടിയിട്ടോ പ്രത്യേക ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടോ അല്ല, പൊതുവായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ മെക്കാനിസമാണ്. അതുകൊണ്ട് ഇതിനെ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് എന്ത് വിളിക്കും? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ എന്താണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി? ഓൾ ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ്, നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള മെക്കാനിസംസ് ആർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് പാത്തോജൻസ്. അത് ഏത് പാത്തോജനൊന്നും നോക്കത്തില്ല, ജന്മനാ കിട്ടിയതല്ല, അന്ന് നമുക്കൊന്നും അറിഞ്ഞില്ലല്ലോ. ഏവം വന്നാലും അടിച്ചിടും, ആരൊന്നും നോട്ടമില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കും എന്താണ്? നോൺ സ്പെസിഫിക്. പ്രത്യേക സ്പെസിഫിക് ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിനി പ്രത്യേക രോഗാണുക്കൾക്ക് പ്രത്യേക പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും വിളിക്കുന്നത്. സെറ്റല്ലേ? ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരല്പം കൂടുതലാണെന്ന് തോന്നുന്നു, 41 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇതൊറ്റ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എക്സാമൊക്കെ വരാൻ പോകുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും കുറച്ച് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബോറടിയൊക്കെ ഇല്ലാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇന്നത്തെ ക്ലാസ്സിൽ വെച്ച് നടത്താൻ പോവുകയാണ്. ഇനി അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.